ലയിക്കുമെന്ന അഭ്യൂഹം വീണ്ടും ശക്തം. അജിത് ശരത് പവാർ വിഭാഗങ്ങളുമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ചർച്ചകൾ വീണ്ടും സജീവമായത്. എന്നാൽ എൻഡിഎയുടെ ഭാഗമാകുമെന്ന ചോദ്യമേ ഉദിക്കുന്നില്ലെന്ന് സുപ്രിയ സുലെ പ്രതികരിച്ചു. രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കെയാണ് എൻസിപി ശരത് അജിത് പവാർ വിഭാഗങ്ങൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചിരുന്നത്. ഫട്നാവിസിന്റെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ശരത് പവാർ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ജയന്ത് പാട്ടീലും അജിത് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് പ്രഫുൽ പട്ടേലും സുനിൽ തത്കരെയും പങ്കെടുത്തു. ശരത് പവാറുമായി ചർച്ച നടത്തിയ ശേഷമാണ് ജയന്ത് പാട്ടീൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരണമുന്നണിയുടെ ഭാഗമാകണമെന്നാണ് ശരത് പവാർ വിഭാഗത്തിലെ ഭൂരിഭാഗം എംപിമാരുടെയും MLA-മാരുടെയും നിലപാട്. അജിത് പവാർ വിഭാഗത്തിലാകട്ടെ ആഭ്യന്തര കലഹം രൂക്ഷമാണ്. അജിത്തിന്റെ മകൻ പാർത്ഥ് പവാറിന്റെ ഇടപെടലിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അതിന്റെ തുടർച്ചയായിരുന്നു പാർട്ടി അധ്യക്ഷയായി സുനേത്ര പവാറിനെ തെരഞ്ഞെടുപ്പ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ എൻഡിഎയുടെ ഭാഗമാകുമെന്ന റിപ്പോർട്ടുകൾ തള്ളി സുപ്രിയ സുലെ രംഗത്ത് വന്നു. Nobody has made any attempts towards me or my MPs to the best of my knowledge. So I don't have so much spare time to indulge in gossip. And I don't believe in sources, I believe in reality. So let me reassure you that all 8 MPs of NCP, SP and all our MLAs, we stick together. Whatever decision we'll be taking, please understand, NCP is a party where Shri Sharad Pawar not only leads it, he invests in everybody and he listens. മഹാരാഷ്ട്രയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് എൻഡിഎ ഭരണമെങ്കിലും പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകളടക്കം പാസാക്കാൻ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. 20 തൃണമൂൽ എംപിമാർ നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലും ശിവസേന ഉദ്ധവ് എംപിമാരായ 6 പേർ ഷിൻഡെ വിഭാഗത്തിലും ലയിച്ചതിന് സ്പീക്കർ അനുമതി നൽകിയാൽ ലോക്സഭയിൽ എൻഡിഎ അംഗബലം 319 ആകും. 8 എംപിമാരുള്ള ശരത് പവാർ വിഭാഗം കൂടി എൻഡിഎ എംപിമാരുടെ എണ്ണം 327 ആകും. 2/3 ഭൂരിപക്ഷത്തിന് വേണ്ടത് 360 അംഗങ്ങളുടെ പിന്തുണയാണ്. എൻസിപികൾ തമ്മിലുള്ള ലയനത്തിന് ഈ വർഷം ആദ്യം നീക്കമുണ്ടായിരുന്നെങ്കിലും അജിത് പവാറിന്റെ വിയോഗത്തോടെ നീണ്ടുപോകുകയായിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.